നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പുത്തൻ കാലഘട്ടത്തിൽ ലോകക്രമമാകെ മാറി മറിയുകയാണ്. സമാധാനമെന്ന് കരുതിയ പല രാജ്യങ്ങളും ഇപ്പോൾ തമ്മിൽ പോരടിച്ചുകൊണ്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതുവരെയും യുദ്ധവും പ്രശ്നങ്ങളും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലും അതിർത്തി തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ആയിട്ട് മുൻനിരയിലോട്ട് വരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ യുദ്ധമുഖം തുറന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അനുദിനം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഉള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം ഇപ്പോൾ സംഭവിച്ചത് തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷമാണ്. തായ്ലാൻഡും കംബോഡിയ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കാലങ്ങളായി തുടരുന്ന അതിർത്തി തർക്കമാണ്. ആ അതിർത്തി തർക്കമാണ് ഇപ്പോൾ സൈനിക സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തായ്ലാൻഡും കംബോഡിയയും തമ്മിലുള്ള ഈ അതിർത്തി സംഘർഷം ഒരുപാട് വ്യാപിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം 4 ലക്ഷം കടന്നു. മാത്രമല്ല 3 ദിവസം പിന്നിട്ട ആക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടതായും 56 പേർക്ക് പരിക്കേറ്റതായും കംബോഡിയയും, 5 സൈനികർ കൊല്ലപ്പെടുകയും 69 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തായ്ലാൻഡും അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശം 817 കിലോമീറ്ററാണ് അതിർത്തി പങ്കിടുന്നത്. ഈ അതിർത്തിയിൽ ഏകദേശം 16 കേന്ദ്രങ്ങളിൽ റോക്കറ്റ്, ജെറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവ നടക്കുന്നതായി തായ് സേനാ വക്താവും അറിയിച്ചിട്ടുണ്ട്. തായ് ഗ്രാമങ്ങളിലേക്ക് കംബോഡിയ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് 9 പേർ കൊല്ലപ്പെട്ടത്. അതിന് തിരിച്ചടിയായിട്ടാണ് കംബോഡിയയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തായ്ലാൻഡ് ആക്രമണം നടത്തിയത്. അതിർത്തി സംഘർഷം നൂറ്റാണ്ടുകളായി തുടരുന്നതാണെങ്കിലും സൈനിക ഇടപെടൽ ഉണ്ടായത് അപ്രതീക്ഷിതമായാണ്. അതായത് ഇത്രയും നാൾ നമ്മൾ സമാധാനമെന്ന് വിശ്വസിച്ചിരുന്ന ഏകദേശം ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ടൂറിസ്റ്റുകളുടെ വരുമാനം കൊണ്ട് മാത്രം ഒരു രാജ്യം മുന്നോട്ട് പോണ ഒരു രാജ്യമാണ് തായ്ലാൻഡ്. തായ്ലാൻഡിനെ സംബന്ധിച്ച് ടൂറിസം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം. തായ്ലാൻഡിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷം സൈനിക ഇടപെടൽ ഉണ്ടായത് അപ്രതീക്ഷിതമായിട്ടാണ്. കംബോഡിയൻ സൈന്യം മുന്നറിയിപ്പുകൾ കൂടാതെ തായ് ഗ്രാമങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണവും വെടിവയ്പും നടത്തുകയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. തായ്ലാൻഡ് F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കംബോഡിയൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിലുള്ള 40,000 പേരെ തായ്ലാൻഡ് ഒഴിപ്പിച്ചു. മാത്രമല്ല അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തായ്ലാൻഡ് വളരെ ശക്തമായ നടപടികൾ എടുക്കുമ്പോഴും ഇപ്പോഴും കംബോഡിയ ഒട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ കംബോഡിയയും ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംബോഡിയയുടെ ആക്രമണത്തിലാണ് ഇപ്പോൾ 9 പേർ കൊല്ലപ്പെട്ടത്. റഷ്യ യുക്രൈൻ യുദ്ധം 3.5 വർഷമായി തുടരുന്നു. അതുപോലെ തന്നെ ഇങ്ങറ്റം നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അത് ഏത് നിമിഷവും ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ തീവ്രവാദി സ്ഫോടനം നടത്തിയവർക്ക് ശക്തമായ മറുപടി, നടത്തിയവർക്കെന്നല്ല അവരെ പറഞ്ഞു വിട്ടവർക്കും അതിന് പിന്നിലുള്ള എല്ലാവർക്കും ശക്തമായ മറുപടി നൽകുമെന്ന് നമ്മുടെ നരേന്ദ്രമോദിയും പറഞ്ഞു, രാജ്നാഥ് സിംഗും പറഞ്ഞു, ജയശങ്കറും പറഞ്ഞിട്ടുണ്ട്, അജിത് ഡോവലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി എന്തായാലും അതുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മാത്രമല്ല അസീം മുനീർ സൈനിക മേധാവിയുടെ സൈനിക ചുമതലയിൽ നിന്നും പാകിസ്ഥാൻ്റെ അവസാന വാക്കായി ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത അസീം മുനീർ ആരോപണങ്ങളിലൂടെ ഇങ്ങനെ പ്രകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റഷ്യ യുക്രൈനും ഇന്ത്യ പാകിസ്ഥാനും മാത്രമല്ല ഇസ്രയേൽ സിറിയയുമായും അതുപോലെ തന്നെ ഇറാന് ഇങ്ങനെ തുടങ്ങി ഒരു മേഖല മുഴുവൻ, മധ്യേഷ്യ മുഴുവൻ യുദ്ധക്കളമാണ്. ഇങ്ങനെ പിന്നെ അസർബൈജാനും അർമേനിയയും തമ്മിൽ വർഷങ്ങളായി യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ കൊറിയ, നമ്മുടെ ചൈനയും ടിബറ്റിന് വേണ്ടിയുള്ള ചൈനയുടെ ആർപ്പുവിളികൾ, ഇങ്ങനെ ഈ ലോകം മുഴുവൻ ഒരു യുദ്ധസമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും നാളുമില്ലാതെ ഇപ്പോൾ തായ്ലൻഡ് ഈ കംബോഡിയയും തമ്മിലുള്ള പൊടുന്നനെയുണ്ടായ ആക്രമണം ഇനി അത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഏതായാലും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയവരുടെ എണ്ണം ഇപ്പോൾ 4 ലക്ഷം കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. അപ്പോൾ അതിനർത്ഥം എന്തായാലും യുദ്ധം കുറച്ചുകൂടി, ഈ അതിർത്തി തർക്കം കുറച്ചുകൂടി രൂക്ഷമാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.